നിങ്ങളൊരു ബ്രൈഡോ ഗ്രൂമോ ആവാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് 101% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അല്ലാത്തവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണ് കേട്ടോ. സ്കിൻ ഭയങ്കര വൈറ്റനിങ്ങും അതുപോലെ തന്നെ ഒരു ഈവൻ ടോണും കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡറാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ബംഗാൾ ദാൽ വേണം, മീൻസ് നമ്മുടെ കടലപ്പരിപ്പ് വേണം കേട്ടോ. കടലപ്പരിപ്പ് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര വൈറ്റനിങ് ആവാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്. അടുത്തത് വേണ്ടത് ചെറുപയറാണ് കേട്ടോ. ചെറുപയറിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ സ്കിൻ ഭയങ്കര ഈവൻ ടോൺ ആവാനും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാട്ടോ ചെറുപയർ. ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അടുത്തത് വേണ്ടതാണ് കേട്ടോ ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊരു വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഇത് നമുക്ക് മെയിനായിട്ട് ആക്നെ മാറാനും പിമ്പിൾസ് മാറാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ച് ഒക്കെ വരില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. അടുത്തതായി വേണ്ടത് നമുക്ക് പച്ചരിയാണ് കേട്ടോ. കൊറിയൻ ഫേഷ്യലിൽ ഈ പച്ചരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ പച്ചരി എന്ന് പറയുന്നത്. ഇത് പൊടിച്ചിട്ടും അതുപോലെ തന്നെ കുതിർത്തിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടതാണ് മസൂർ ദാൽ. ഞാൻ എൻ്റെ ഏകദേശം എല്ലാ വീഡിയോസിലും മസൂർ ദാലിനെ കുറിച്ച് പറയാറുണ്ട്. അത് അത്രയും ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൽ വൈറ്റമിൻ B1 ആണ് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ സ്കിൻ വൈറ്റനിങ് അടിപൊളിയാണ്. അടുത്തത് വേണ്ടത് നമുക്ക് ബദാമാണ് കേട്ടോ. റോസ്റ്റ് ഒന്നും ചെയ്യാത്ത സാധാ പച്ച ബദാമില്ലേ, അതാണ് വേണ്ടത്. ഇതിൽ മെയിനായിട്ട് വൈറ്റമിൻ E ആണ് കേട്ടോ അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഫേസിലുള്ള ചുളിവുകളില്ലേ, ഈ റിങ്കിൾസ് ഫൈൻ ലൈൻസ് അതൊക്കെ നന്നായിട്ട് കമ്മിയാക്കാനും കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് ബദാം. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ആക്കാൻ പറ്റും കേട്ടോ പെർമനൻ്റ്ലി. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കണം കേട്ടോ. ഒട്ടും നനവാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ. കാരണം നമ്മളിത് അത്യാവശ്യം കുറച്ച് നാൾ അധികം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കേടുകൂടാതെ എടുത്ത് വെക്കണം. ഏകദേശം 2 മാസത്തോളം ഇത് ഒട്ടും കേടുവരാതെ നമുക്ക് കണ്ടെയ്നറിലാക്കി അടച്ചു വയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അലർജി ഉള്ളവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അവർക്കിത് ചേർക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് രക്തചന്ദനം, മുൾട്ടാണി ഉൾട്ടി അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നും കൂടി ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം കിട്ടും. നമ്മൾ ഒരുമാതിരി ഈ കോട്ടക്കൽ വൈദ്യശാലയിലൊക്കെ നമ്മൾ പോകില്ല, അപ്പോൾ ഒരു ഹെർബൽസിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ, എന്ന പോലെ ഭയങ്കര ഒരു ഔഷധത്തിൻ്റെയൊക്കെ ഒരു മണം നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇനി നമുക്ക് ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഗ്ലാസ് ജാറുകൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാട്ടോ. അതിനർത്ഥം പ്ലാസ്റ്റിക് ഡപ്പയിലാക്കി വെക്കുമ്പോൾ അത് പെട്ടെന്ന് കേടുവരുന്നു എന്നല്ല, പക്ഷെ പ്ലാസ്റ്റിക് ഡപ്പേനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഗ്ലാസ് ടൈപ്പ് ഓഫ് ജാറിലാക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് ആയിട്ട് അതിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ടിന്നോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറോ എടുത്തിട്ട് ഈ ഒരു പൗഡർ ഭയങ്കര ടൈറ്റിൽ തന്നെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ കുളിമുറിയിലോ ഇത് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. വെള്ളം ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ബ്രൈഡും ഗ്രൂമൊക്കെ ആണെങ്കിൽ ഏകദേശം 1 മന്ത് മുന്നെങ്കിലും ഈ ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഞാനിതിൽ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പൗഡറിൽ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾക്ക് സാധാ വെള്ളത്തിൽ നോർമൽ വെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ തൈരുള്ള കാരണം പിന്നെ തൈര് എനിക്ക് കുറച്ചും കൂടി സ്കിന്നിന് സ്യൂട്ടായത് കാരണം ഞാൻ തൈര് എടുത്തതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കൈൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രം കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പകുതി പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര തിക്കായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്സിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മൾ പോയിട്ട് അതിൽ മസാജ് ചെയ്ത് നമ്മുടെ കൈ കുറച്ചൊന്ന് നനച്ച് അതിലൊന്ന് ഒപ്പി കൊടുക്കുക കേട്ടോ. മീൻസ് നനച്ച് അതിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം മാത്രം ചെറിയൊരു മസാജ് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ താഴെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്, കാരണം അതിൽ താഴെ പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പം നല്ല ഒരു സർക്കുലർ മോഷനിലും ഇതുപോലൊരു മസാജ് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു നമ്മുടെ സ്കിൻ ഭയങ്കര സൂത്തനിങ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുളിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡി മൊത്തത്തിൽ ഏകദേശം ഒരു 5 മിനിറ്റ്സ് എങ്കിലും കമ്പൽസറി ആയിട്ടും ഒരു മസാജ് കൊടുത്ത ശേഷം മാത്രം നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടലി ഒന്ന് ക്ലീൻ ആക്കി വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് അറിയുന്നില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവായിട്ട് തന്നെ ഇപ്പോൾ കാണിച്ചത്. ബിക്കോസ് എൻ്റെ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അത് മാത്രമല്ല, ഞാൻ ലെഫ്റ്റ് ഹാൻഡിലെ ഒരു പകുതി പോർഷനാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു ബാത്ത് പൗഡറിൻ്റെ വീഡിയോ ആണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു ഓൾ.